ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമൊക്കെ ആയിട്ട് നമ്മളെ കാണാനില്ല. നമ്മൾ അങ്ങനെ പോയതൊന്നല്ല കേട്ടോ. നമുക്ക് 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് അടുത്തല്ല, കുറച്ച് ദൂരമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ നിത്തുവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ചൊരു 2-3 ദിവസമൊക്കെ അതിൻ്റെ പിന്നാലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ക്ലാസ് തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ ആധാർ സബ്മിറ്റ് ചെയ്യണം സ്കൂളിൽ. അപ്പോൾ നിത്തുവിനാണെന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത് നോക്കുമ്പോൾ അത് ശരിയായില്ല. അക്ഷയക്ക് അതിൻ്റെ പിന്നാലൊക്കെ ആയിരുന്നു. പിന്നെ എന്താ പരിപാടി? ഇപ്പം നമ്മൾ ചിലരൊക്കെ ചോദിക്കും, പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെറുതെ ഇരിക്കല്ലേ വീട്ടിൽ, എന്താണ് എന്തിനേലും പോയിക്കൂടെ, എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ ജോലിക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത ആളൊന്നുമല്ല, ജോലിക്ക് പോകാൻ നല്ല ഇഷ്ടമുള്ള ആൾ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഓരോരോ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോരോ സമയത്ത് ചെയ്യണമല്ലോ. അപ്പം അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാനും പറ്റിയില്ല. അതുകൊണ്ട് നമ്മുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ പകുതിക്ക് വെച്ചിട്ട് അങ്ങനെ നിർത്തേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ പോയിരുന്നു. അപ്പോൾ എന്നാലും കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്നെ എടുക്കുകയും ചെയ്തതാണ്. പക്ഷെ അന്നൊക്കെ നിത്തു ചെറുതായ കാരണം ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോയി. അപ്പം നിത്തുവിന് ചെറിയ കുട്ടിയാണ്. അംഗനവാടി ഇവിടെ അടുത്ത് ബാലവാടിയൊക്കെ ഉണ്ട്, അംഗനവാടി ഉണ്ട്. അപ്പം അതിലും പോകാനായിട്ടില്ല, അത്രയും ചെറുതായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ ഒരു ദിവസം എൻ്റെ ആഗ്രഹം കാരണം ഞാൻ ഒരു ദിവസം പോയി. പിന്നെ അന്നത്തെ ദിവസം കൊണ്ട് തന്നെ എനിക്ക് മതിയായി. ആ ഒരു കുട്ടിയുടെ ഊണൊഴിക്കുന്ന ആ ഒരു ടൈമൊക്കെ ആയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അവിടെ നിൽക്കുന്നിടത്തൊരു സമാധാനമില്ല. അങ്ങനെ ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഞാനത് അവസാനിപ്പിച്ചിട്ടാ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കിട്ടുകയാണെങ്കിൽ കുട്ടീനെ സ്കൂളിലൊക്കെ ചേർത്തതിൻ്റെ ശേഷം പോവുക, അങ്ങനെയൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ അതൊക്കെ എങ്ങനെയായി, പിന്നെ പറ്റിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, ഇവിടെ അടുത്ത് ഞങ്ങളവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് കേട്ടോ, താലൂക്ക് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ എടുക്കുന്നുണ്ട്, വേക്കൻസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനവിടെ നമ്മുടെ ഫോമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മളെ ബയോഡാറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ വിളിച്ചിട്ട് ഇന്നലെയായിരുന്നു വിളിച്ചത് കേട്ടോ. അപ്പോൾ ഞാനും പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ കുറേ പേരുണ്ട്. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാകുമ്പോൾ ഒരുപാട് പേര് ഒക്കെ വരുമല്ലോ, എല്ലാവർക്കും കിട്ടണം എന്ന് വെച്ചിട്ടാണല്ലോ. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും പെട്ടു. ഞാനവിടെ ഇരുന്നു. അങ്ങനെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാതൊക്കെ നോക്കി. പിന്നെ എല്ലാവർക്കും ഓരോ നമ്പറൊക്കെ തന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ട് കേട്ടോ, കുറേ പേരുണ്ട്. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നവർ തന്നെ കുറേ പേരുണ്ട് ഇൻ്റർവ്യൂവിനുണ്ട്. അവർ വീണ്ടും അവരെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 6 മാസത്തെ താൽക്കാലികമൊക്കെ ആയിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ വീണ്ടും അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അവരെന്നെ വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിന് നോക്കുമ്പോൾ ഇപ്പോൾ പോയവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് പറഞ്ഞയക്കട്ടെ, അവിടെ നിർത്തുന്നില്ല. കാരണം അവർ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അവരേനൊക്കെ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നല്ല അമ്മാതിരി ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളും കയറി. അപ്പോൾ എൻ്റെ നമ്പർ 6 ടോക്കൺ നമ്പർ 6. അപ്പോൾ ആദ്യം കയറിയവരൊക്കെ അങ്ങനെ പോയി അമ്മാതിരി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞു. നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഒരു 10 ആളുണ്ട് കേട്ടോ ഇരിക്കുന്നത്. ഒരു തല തൊട്ട് ഒരു തല വരെ ഒരു 10 പേര് നിരന്നിരിക്കണം. ആദ്യമൊക്കെ അങ്ങനെ ജസ്റ്റ് ചോദിച്ചു, പേര് ചോദിച്ചു, വർക്ക് ചെയ്ത് ചോദിച്ചു, അതൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ കൊണ്ട് കാര്യത്തിലേക്ക് കടന്നു. ഒരാൾ ചോദിക്കുക, അപ്പുറത്തുനിന്ന് ചോദിക്കുക, അതിൻ്റെ അപ്പുറത്തുനിന്ന് ചോദിക്കുക, അതിന് എല്ലാവരും കൂട്ടിയിട്ട് അല്ലാത്ത നമ്മൾ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസുകൾ അത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ചിലതിനൊക്കെ ഞാൻ ആൻസർ പറഞ്ഞു, ചിലത് അമ്മ ഏത് ലോകത്തെയാണ്, എന്ത് ക്വസ്റ്റ്യനാണെന്ന് വിചാരിച്ച് അന്താളിച്ച് നിന്ന് കേട്ടോ. അങ്ങനെ ഒരു ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പുറത്തേക്ക് ചാടി. അപ്പോൾ എല്ലാവരും ഇത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ അവിടെ നിൽക്കില്ല, അവർ വന്ന വഴിയില്ല, അമ്മാതിരി പോക്കാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്നില്ല, പെട്ടെന്ന് ഇറങ്ങി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഒരുപാട് പേരുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് അങ്ങനെ അതുമാതിരി ചോദിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കുറച്ചായിട്ട് ഒരുവിധമൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് നോക്കിയിട്ടാണ് പോയത്. പക്ഷേ കുറേ ആയതുകൊണ്ട് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെ ചോദിച്ചു. എന്തോ കിട്ടുമെന്നൊന്നും അറിയില്ല.
ചാൻസ് കുറവാണ്. എന്നാലും നമ്മൾ അറ്റൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഇനി കിട്ടണമൊക്കെ കണക്ക് തന്നെ. പിന്നെ ഞാൻ എല്ലായിടത്തും നോക്കി നോക്കുമ്പോൾ എല്ലായിടത്തും വേക്കൻസി കുറവാണ് അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഇന്നലെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജോലി എന്ന് പറയുന്നത് അത് ഒരു വലിയൊരു സംഭവമാണ് അല്ലേ. നമ്മൾ പഠിച്ചതും നമ്മളെ കയ്യിൽ നിന്നത് നഷ്ടപ്പെടാനും കുറച്ച് സമയം മതി. ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ച് സമയം മതി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധ മാറിപ്പോവും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. പക്ഷെ നമ്മൾ കൈവിട്ട് പോയില്ലാണ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ ചെറിയ ജോലിയായാലും വലിയ ജോലിയാണെങ്കിലും നമ്മൾ പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ളത് എല്ലാ തരം ജോലികളും പരമാവധി ആരും അതുള്ള സമയത്ത് അത് പോവാത്ത രീതിയിൽ കെയർ ചെയ്യുക, അത് വിട്ടുകൊടുക്കാത്ത രീതിയിൽ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ നടത്തിക്കൊണ്ട് പോകാനേ പറ്റും. ഒഴിവാക്കാണ്ടാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഉള്ളത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളതങ്ങനെ പോവാതെ അതിൻ്റെ പിന്നാലെ അത് ജോലിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോവാം. നമ്മൾ കല്യാണം കഴിഞ്ഞാലും നമ്മൾ ഫാമിലിയിൽ കയറി കല്യാണം കഴിഞ്ഞ കുട്ടികളായിട്ട് അവരെ പഠിപ്പ് കാര്യങ്ങൾ വീട്ടിലാളില്ല അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള മറ്റൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ ജോലി പോവാതെ മുറുകെ പിടിച്ച് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നലെയൊക്കെ പോയപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. വെറുതെ ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രം കേട്ടോ. പിന്നെ നമ്മൾ മീനൊക്കെ വറുക്കാൻ പോവാണ്. നല്ല വലിയ മത്തിയിരുന്ന് നല്ല പഞ്ഞീനുണ്ട് കേട്ടോ. ഞങ്ങൾ പഞ്ഞീനെന്നാണ് പറയാം. അതിൻ്റെ അത് കുറേ ഉണ്ടായിരുന്നു. നല്ല വലിയ മത്തി ആയതുകൊണ്ട് തന്നെ പഞ്ഞീന കുറേ ഉണ്ട്. മീനും അതുപോലെ കായം തേച്ച് വെച്ചതാണ്. അപ്പം ഇനി ഇത് വറുത്തെടുക്കട്ടെ. കുറേ കേട്ടോ ഈ പാത്രം മേടിച്ചിട്ട്. ഒരു പാനാണ് മീനൊക്കെ വറുക്കാനായിട്ട് മേടിച്ചൊരു പാനാട്ടോ. അപ്പം ഇതിൽ വറുക്കാം. തവ, മിനി തവ, ചെറിയ തവയാണ് അതിൻ്റെ. കുറേ ഞാൻ വേവിച്ചിട്ട് പക്ഷെ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അത് എടുത്തതിന് ശേഷം നന്നായി ഒന്ന് പുതിയത് എപ്പോഴും മേടിക്കുമ്പോൾ ഒന്ന് മയക്കണം എന്നല്ലേ പറയാം. പിന്നെ ജസ്റ്റ് മയക്കാം. എണ്ണ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയോ. പുതിയ തവ മേടിക്കുമ്പോൾ ഇതുപോലെ സീസൺ ചെയ്യണം എന്നല്ലേ പറയാം. അതുപോലെ നമ്മളും വെളിച്ചെണ്ണയൊക്കെ തേച്ച് നന്നായി പിടിപ്പിക്കുന്നുണ്ട്. കഴുകിക്കളയാം. പുതിയ തവ ഇടുന്നുണ്ട്. നന്നായി കഴുകിയെടുക്കാം. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. വെളിച്ചെണ്ണ കൂടിയോ, ഇത്തിരി കൂടിയില്ല വെളിച്ചെണ്ണ. ഇത്ര വേണ്ട. നമ്മൾ മത്തി ഓരോന്നാണ്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ബാക്കിയുണ്ട്. ബാക്കിയുള്ളത് ഇനി രാത്രിക്ക് എടുക്കാം.
പഞ്ഞീനുണ്ട് ഇവിടെ കേട്ടോ, നല്ല അടിപൊളി പഞ്ഞീനുണ്ട്. അപ്പോൾ ഇതും നന്നായിട്ട് അത് മൂപ്പിച്ച് പൊരിച്ചെടുക്കാം. നമ്മുടെ പഞ്ഞീന് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇത് ഉണ്ടാക്കുമ്പോൾ അധികം മസാലകൾ പൊടികൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ളതൊന്നും ചേർക്കാറില്ല. പഞ്ഞീന് എപ്പോഴും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് അങ്ങോട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക ചെയ്യുക, വറുത്തെടുക്കുക ചെയ്യുക. അതിനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ആ ഒറിജിനൽ ടേസ്റ്റ് അതിൻ്റെ കിട്ടും. അതേസമയം നമ്മൾ കുറച്ച് പൊടികൾ അതും ഇതും വേപ്പിലയും ചിലവർ കാണാൻ തേങ്ങ ഒക്കെ ചിരകിയതിടണം. അങ്ങനെ പല രീതിയിൽ ഇത് ഉണ്ടാക്കാം. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യാറ്, വെറും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റേതായ ഒറിജിനൽ ടേസ്റ്റ് കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ചോറ് നമ്മൾ വേവ് പെട്ടെന്ന് വേവാവുന്ന ചോറാണ്. അപ്പോൾ കുട്ടികൾക്ക് രാവിലെ നമ്മൾ ഇടയ്ക്ക് നേരം വൈകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അരി ഇട്ടിട്ട് അങ്ങോട്ട് വയ്ക്കും. അപ്പോൾ ഇന്ന് അതാണ്. അപ്പോൾ ഇനി നമ്മൾ കറികളെല്ലാം കൂട്ടിയിട്ട് കഴിക്കട്ടെ. അപ്പോൾ ചോറിന് നമുക്ക് ഇന്ന് മീൻ മത്തി കറി വെച്ചത്, വറുത്തതുണ്ട്, ഉപ്പേരി നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയാണ്, പിന്നെ നമ്മുടെ സോയാബീൻ ഉണ്ട്. അത് കുട്ടികൾക്ക് കൊണ്ടുപോകാനും കൂടി രാവിലെ ഉണ്ടാക്കിയതാണ്. അതും പഞ്ഞീനും എല്ലാതും കൂടിയിട്ട് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കട്ടെ. ഇന്ന് ക്ലാസ് ഉള്ളത് കൊണ്ട് നമ്മുടെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ നമ്മളങ്ങനെ എല്ലാതും കൂട്ടി ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഓക്കെ, ബൈ.